നമസ്കാരം, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ എന്താണോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ബ്ലഡ് കൗണ്ടൊക്കെ നല്ലപോലെ ഇൻക്രീസ് ആവുന്നതാണ്. ശരീരത്തിൽ നമുക്കറിയാം HB കൗണ്ട് കുറയുമ്പോൾ, അതായത് 10 ചിലപ്പോൾ 10 താഴെ പോകും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അനീമിക് ആവുന്നത്. അങ്ങനെ വരുമ്പോൾ ക്ഷീണം, തളർച്ച, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിനുള്ളവർക്കാണ് ലേഹ്യം ഉണ്ടാക്കി കഴിക്കേണ്ടത് കേട്ടോ. മാത്രമല്ല സ്കിന്നിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. റിങ്കിൾസ് ഒക്കെ മാറാനും ആ പിഗ്മെൻറ്റേഷൻ പോകാനൊക്കെ ആ ലേഹ്യം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തമ്മിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഹെയർ ലോസ് ഡെയിലി. ഇപ്പം ഞാൻ വാട്സപ്പ് തുറന്ന് നോക്കുമ്പോൾ എല്ലാവരുടെയും കാണുന്നത് ഹെയർ ലോസ് ആണെന്നാണ്. ഒരു സീസൺ മാറിയിട്ട് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവും. പക്ഷേ മഴക്കാലമാവുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മളുടെ മുടി കൊഴിച്ചിലുണ്ടാവുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടായിരിക്കാം. തോന്നുന്നു ഞാനൊരു ചാനൽ തുടങ്ങുന്ന സമയം തുടങ്ങി ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ ഈ വൈറ്റമിൻ ഡി അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് ഒരുപാട് ആളുകൾ, വ്യൂവേഴ്സ് എനിക്ക് പേഴ്സണലി നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിന് താഴെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ ഡി ശരിക്കും നമ്മുടെ ബോഡിയിൽ എപ്പോഴും വേണ്ട ഒരു എന്താ പറയുക വൈറ്റമിനാണ്. അതൊരു ഹോർമോൺ പോലെയാണ് ശരിക്കും നമുക്ക് വർക്ക് ആവുന്നത് കേട്ടോ. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. നമ്മുടെ നഖങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി പോകുന്നത് പോലെ ഉണ്ടാവും. അത് ബ്രിട്ടിൽസ് ഉണ്ടാവും, നഖത്തിന് സ്ട്രെങ്ത് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ നഖം ചീന്തി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം കാൽഷ്യം സിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ കാൽഷ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകളുടെ ബലത്തിന്, നമ്മുടെ ഉപധാതുക്കളായ മുടിക്കും നഖത്തിനും ഒക്കെ എന്ത് വേണം, വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസ് നമുക്ക് കിട്ടും. കുറേ നേരം വെയിൽ കൊണ്ടാൽ മതി, അല്ലെങ്കിൽ ഫുഡിലൂടെ കിട്ടും. അത് എസ്പെഷ്യലി നമുക്ക് ഫിഷ് ഓയിൽ നമ്മൾ പണ്ട് കഴിച്ചിട്ടില്ലേ, ധാരാളം കഴിച്ചിട്ടുണ്ടാവും. മീനെണ്ണ ഗുളിക കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ മീൻ, ശരിക്കുമുള്ള ചെറു മത്സ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ചാള, ചൂര പോലെയുള്ള ചെറിയ മത്സ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്നത്. മീൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ളവർക്ക് അധികം ഹെയർ ഫോളിൻ്റെ സാധ്യത വളരെ കുറവാണ്. കാരണം ഡെയിലി നമ്മൾ ഇൻടേക്ക് ഉണ്ടായിരിക്കണം ഈ ഒരു എന്താ പറയുക വൈറ്റമിൻ ഡിയുടെ സിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എല്ലാവർക്കും എല്ലാ ദിവസവും മീൻ കറി വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഈ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊള്ളുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മണിക്കൂറുകളോളം ഇരുന്ന് വെയിൽ കൊള്ളാനൊന്നും ആരെ കൊണ്ടും സാധിക്കില്ല. മാത്രമല്ല അൾട്രാവയലറ്റ് ഈ UV റേസ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത്, എക്സ്പോഷർ നമുക്ക് കിട്ടുന്ന സമയത്ത് സൺബേൺ പോലുള്ള മറ്റ് ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല ഇമ്മ്യൂണിറ്റി പവർ, പ്രത്യേകിച്ച് ഈ എന്താ പറയുക ലോ ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർക്ക്, ഇപ്പോൾ SLE ഒക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം SLE എന്ന് പറയുന്നത് എന്താണ് അസുഖം എന്നുള്ളത്. അവർക്കൊന്നും ഈ പറയുന്ന വെയിലൊന്നും കൊള്ളാനും പാടില്ല. അസുഖം കൂട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കൊക്കെ നമ്മൾ ഈ പോയിട്ട് വെയിൽ കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി മാത്രമല്ല ബാക്കിയുള്ള അസുഖങ്ങളും കൂടെ വരും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി നമ്മളുടെ മൂഡിനെ ഒരുപാട് ബാധിക്കും. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, ഇറിറ്റേഷൻ ഉണ്ടാവുക, ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഓർമ്മയില്ലാതെ ഇത് എവിടെ വെച്ചേ അതെവിടെ വെച്ചേ ഇതൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക. ഇപ്പം ദേഷ്യം വരിക, ഉറക്കം കുറയുക, ക്ഷീണം, തളർച്ച എല്ലാം ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ മെമ്മറി ലോസ് ആണ് വരുന്നത്. പിന്നെ മുടിക്കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ അങ്ങനെ പോകും. കുളിക്കുമ്പോഴും അതുപോലെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വെറുതെ ഒന്ന് മുടി ഒന്ന് കുടഞ്ഞിട്ടാൽ പോലും നമുക്ക് മുടി കൊഴിഞ്ഞ് വീഴുന്നത് കാണാൻ പറ്റും. അത്രയും ഹെയർ ലോസും ബുദ്ധിമുട്ടുണ്ടാവും. സന്ധികളിലെ ഈ എപ്പുകളിലൊക്കെ നമുക്ക് വേദന ഉണ്ടാവും. നമുക്കൊരു സാധനം ഒരുപാട് നേരെ ഇരുന്ന് എഴുതാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു എന്താ പറയുക, ചിലർ പറയാറുണ്ട് ഡെലിവറിക്ക് ശേഷം തുണി ഒന്ന് അഴയിലിടാൻ പോലും പറ്റില്ല, കൈ പൊക്കുമ്പോൾ തന്നെ കൈ വേദനയാണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് ആയാലും നമ്മുടെ വ്യൂവേഴ്സ് ആയാലും എല്ലാവരും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 months കൂടുമ്പോഴെങ്കിലും ഒന്ന് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഓവറായിട്ട് പുറത്ത്, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹീറ്റിംഗ് ടൂൾസ് വെച്ച് എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ കാരണം കൊണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് നല്ല ഹെയർ ലോസ് ഉണ്ടാവും. അപ്പം ഒരു മുടി ഇപ്പം നമുക്കറിയാലോ, നമുക്കൊരു ഞാൻ ഇതിന് മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഡെലിവറിക്ക് ശേഷം ഹെയർ ഫോൾ വരുന്നത്. കാരണം ഒരു ഫിസിക്കൽ സ്ട്രെസ്സാണ്. ഇപ്പം സർജറിക്ക് ശേഷം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. അതൊക്കെ കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ആ സമയത്ത് കിട്ടുന്ന അനസ്തേഷ്യ, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സ്ട്രെസ്സ്, ഇതെല്ലാം നമുക്ക് ഇത് സർജറിക്ക് ശേഷമാണ് നമ്മളുടെ മുന്നിലേക്ക് കയറി വരിക. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെയിൻ കാരണം കൊണ്ട് ഹെയർ ഫോൾ നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അത് സെറ്റിൽ ഡൗൺ എപ്പോഴാണ്, ഒരു 1.5 മാസം 2 മാസമൊക്കെ ആകുമ്പോഴത്തേനും സെറ്റിൽ ഡൗൺ. അപ്പോൾ എല്ലാവരും പറയുന്നത് മൊത്തമായിട്ട് കൊഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ടയാവും എന്നാണ് എന്നോട് ചോദിക്കാറ്. മൊത്തമായിട്ട് ഒരിക്കലും ഹെയർ ഫോൾ അങ്ങനെ വരില്ല. അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സിന് എപ്പോഴും വിധേയരായിക്കൊണ്ട്, ലൈക്ക് കീമോതെറാപ്പി ചെയ്യുന്ന ആൾക്കാർ,
എന്തെങ്കിലും ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, മന്ത്ലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറേ വർഷങ്ങളായിട്ട് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് പാച്ചായിട്ട് നമുക്ക് ഹെയർ ലോസ് സംഭവിക്കാം. ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും അലോപേഷ്യ ഏരിയത്തെ പോലെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമായിട്ട് പാച്ചസ് ആയിട്ട് വരെ മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നെർവസ് ആവുകയോ ടെൻഷൻ എടുക്കുകയോ കൂടുതൽ ആങ്ഷ്യസ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുകയും ഈ ഹെയർ ഫോൾ പിന്നെയും വരും. അപ്പം കുരു എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവും. അപ്പം എന്താ ചെയ്യേണ്ടത്? നമുക്ക് അത്യാവശ്യം മിനിമം വേണ്ട കുറച്ച് വൈറ്റമിൻസ് ഉണ്ട്, അത് നമുക്ക് കിട്ടുന്നുണ്ടോ ഡെയിലി നമ്മൾ ആലോചിക്കുക. ഇല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് പോലെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് തന്നെ നമ്മൾ അത് കഴിക്കുക, അതിന് മടി വിചാരിക്കാതെ ഇരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നര ഉണ്ടാവും, അതൊരു വിഷയമാണ്. പെട്ടെന്ന് ഹെയർ ഗ്രേ ആവാനായിട്ട് തുടങ്ങും. പെട്ടെന്നായിരിക്കും നമ്മൾ സുപ്രഭാതത്തിൽ വിത്തിൻ ഒരു 1 month കൊണ്ട് തന്നെ നമ്മുടെ തലമുടി കംപ്ലീറ്റ് നരച്ച് ഇരിക്കുന്നൊരവസ്ഥ. അത് വൈറ്റമിൻ ഡി നല്ലപോലെ കുറയുമ്പോൾ ഇത് സംഭവിക്കാം. തൊലിപ്പുറത്ത് സ്കിന്നിൽ കളറിൽ ചേഞ്ച് ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. പിന്നെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞാലും ഈ പറയുന്ന പോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാം കേട്ടോ. പിന്നെ എണ്ണ തേക്കുമ്പോൾ എന്നോട് ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്, ശ്രുതി ചേച്ചി, അല്ലെങ്കിൽ ഞാനൊരു 5 വർഷം മുൻപ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എണ്ണ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഞാനതങ്ങോട്ട് നിർത്തി, ഞാൻ പുറത്ത് പോയി, ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം ഭയങ്കര ഹെയർ ഫോളാണ്, അപ്പോൾ ഇനി എണ്ണ യൂസ് ചെയ്യണമെന്നുണ്ട് ചേച്ചി, എനിക്ക് അങ്ങോട്ട് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഇതേ റിപ്പീറ്റ് മെസ്സേജ് എനിക്ക് ഒത്തിരി പേരുടെ വരാറുണ്ട്. നോക്കൂ, എണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലമുടിയിലെ ഫ്രിക്ഷൻ കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. അത് കറക്റ്റ് പാകത്തിന് ഒരു എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ചിലർ കണ്ടിട്ടില്ലേ, എപ്പോഴൊക്കെയാണോ ആ സമയം തുടങ്ങി ഈ മൊമെന്റ് വരെ ഒരു റൊട്ടീൻ ചേഞ്ച് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു പച്ച വെളിച്ചെണ്ണ മാത്രമായിരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ടാവുക, അല്ലാണ്ട് പ്രത്യേക ഒരു വെളിച്ചെണ്ണ ഒന്നും അങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അവർക്ക് ഇപ്പോഴും ആ മുടി അതുപോലെ തന്നെ നിലനിൽക്കും. കാരണം അവരുടെ റൊട്ടീനിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല, അവരുടെ എന്താ പറയുക ബോഡിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഒരേപോലെ തന്നെ പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ഈ സ്വിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ കരിഞ്ജീരക എണ്ണ കൊടുക്കുന്ന എല്ലാവർക്കും മുടി കൊഴിച്ചിൽ കുറയുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നതിൻ്റെ കാരണം കരിഞ്ജീരകം അത്രയും നല്ല പ്രോപ്പർട്ടി ഉള്ളതാണ്. പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. കഴിഞ്ഞപ്പോഴും മെസ്സേജ് ഞാൻ കണ്ടു, കരിഞ്ജീരക എണ്ണ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഹെയർ ഫോൾ കുറയില്ല എന്ന്. കരിഞ്ജീരകം എന്ന് പറയുന്നത് ചെറിയ എന്താ പറയുക ഭയങ്കര പവർഫുള്ളാണ്, ചെറിയൊരു സീഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂട് നമ്മുടെ ബോഡിയിൽ ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ കരിഞ്ജീരകം ഉപയോഗിക്കുന്ന ഒരു അളവുണ്ട്. അപ്പം അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യും. അപ്പം നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നവർക്കൊക്കെ ഹെയർ ഫോൾ കുറയുന്നതിൻ്റെയും കൺട്രോൾ ആവുന്നതിൻ്റെയും മെയിൻ റീസൺ അത് അതുപോലെ ഉപയോഗിക്കുന്നതാണ്. നിർത്തരുത്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ബ്രേക്ക് ആവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഈ പോയ വന്ന ഹെയർ വീണ്ടും അതേപോലെ തന്നെ കൊഴിയാനും തുടങ്ങും. പിന്നെ ഈ പുതിയ ട്രീറ്റ്മെൻറ്റ്സ്, ഒരുപാട് പരീക്ഷണങ്ങൾ, പലതരത്തിലുള്ള ഷാംപൂസ്, പലതരത്തിലുള്ള എണ്ണകൾ, പലതും നമ്മുടെ ബോഡിയിൽ ട്രൈ ചെയ്യുക. ഡയറ്റ്, ക്രഷ് ഡയറ്റ് എടുക്കുക. എന്നൊരാൾ പറഞ്ഞു നാളെ തുടങ്ങി ആ ഡയറ്റ് ഫോളോ ചെയ്യുക, നാളെ വേറൊരു ഡയറ്റ് കിട്ടി അത് വെച്ച് നമ്മൾ ഫോളോ ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന പ്രോട്ടീൻ ലോസ് നമ്മുടെ ബോഡിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം എന്താണെന്നറിയോ, നമ്മുടെ സിസ്റ്റത്തിന് ഓക്കെ ആക്കണം. നിങ്ങളുടെ മുടിയൊന്നും ശരീരത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമേ അല്ല. നിങ്ങൾക്ക് ബാൾഡ്നെസ് ഉണ്ടെങ്കിലും ശരീരത്തിന് അത് വിഷയമല്ല. ശരീരത്തിന് എന്താണ് അത്യാവശ്യം, ഡൈജഷൻ പ്രോപ്പറായി നടക്കണം. ബോഡിയിൽ നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ഒക്കെ, നമ്മുടെ ഹാർട്ട്, കിഡ്നി, ലിവർ എല്ലാം പ്രോപ്പറാക്കി വെക്കണം. അതിന് മാത്രമേ ശരീരം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ മുടി നഖമൊക്കെ നിങ്ങളുടെ കോസ്മെറ്റിക് പേർപ്പസിന് വേണ്ടിയിട്ട്, നമ്മളുടെ പുറമേയുള്ള ബാഹ്യ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ശരീരത്തിന് അപേക്ഷിച്ച് ഇതൊന്നും ശരീരത്തിന് വലിയൊരു കാര്യമല്ല. അപ്പം നമുക്കത് കൺസേൺ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. വല്ലാതെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ മുടി കൊഴിയുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരുണ്ടാവുമല്ലോ, PCOSും തൈറോയിഡും സ്ട്രെസ്സും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ എന്താ പറയുക, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെയർ പെട്ടെന്ന് കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മുടെ ഹോം റെമഡി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചെയ്തു പോകാവുന്നത് തന്നെയുള്ളൂ. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് പരമാവധി നമ്മുടെ മുടിയിൽ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വയ്ക്കാം. എൻ്റെ അമ്മയ്ക്കൊക്കെ ഡെലിവറി യൂട്രസ് റിമൂവലൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കട്ടയായിട്ടാണ് അമ്മയ്ക്ക് മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് അമ്മ അങ്ങനെ എണ്ണ തേക്കലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒരു എണ്ണ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തേക്കുന്നല്ലാണ്ട് അതും ഉണ്ടാക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ച് നമ്മളുടെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൊട്ടീനിലേക്ക് വന്നത്. ഇപ്പം അമ്മയ്ക്ക് ഹെയറൊക്കെ നല്ല കൺസേൺ ആണ്, അത്യാവശ്യം ഹെയറും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും കൊഴിച്ചിൽ വന്ന അമ്മ അപ്പോൾ
ഈ ഫ്ലാക്സ് സീഡും അതുപോലെ ചെമ്പരത്തിയൊക്കെ എടുത്ത് തിളപ്പിച്ച വെള്ളം തലയിൽ ഒഴിക്കും. ചിലപ്പോൾ ഉലുവ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരച്ചിടും. പിന്നെ നമ്മുടെ എണ്ണ കരിഞ്ജീരകം തന്നെ ഇട്ട് മുറുക്കിയിട്ടുള്ള എണ്ണയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വയസ്സായാലും ഇപ്പോൾ അമ്മയ്ക്ക് 50 വയസ്സ് കഴിഞ്ഞു. എത്ര വയസ്സായാലും നമുക്കിതൊക്കെ ഉണ്ടാവും. അതൊരു മിത്താണ്, ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ. പിന്നെ അസുഖങ്ങളൊക്കെ നമ്മളെ ഹിറ്റ് ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ കോൺഫിഡൻസ് വിടാതെ കൺട്രോൾ ചെയ്ത് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. 3 മാസമെങ്കിലും നമ്മൾ കറക്റ്റായിട്ടൊരു ഫോർമാറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയ മുടിയൊക്കെ നമുക്ക് തിരിച്ചു വരുത്താവുന്നതാണ്. നല്ലപോലെ വെള്ളം കുടിക്കുക. ഒരു 20 kgക്ക് 1 ലിറ്റർ എന്നാണ് കണക്കിൽ. ഇപ്പോൾ 60 കിലോ വെയിറ്റുള്ള ആളാണെങ്കിൽ 3 ലിറ്റർ വെള്ളമെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് കുടിച്ച് നമ്മൾ എത്തിക്കണം. പക്ഷേ ബോഡി വിയർക്കണം. ബോഡി വിയർത്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളം ഒരുപാട് കുടിച്ചാൽ കിഡ്നിക്ക് അത് ലോഡുമാണ്. കുറേ ഇൻഫർമേഷൻസ് നമ്മുടെ തലയിൽ കയറുമ്പോൾ ഇതെന്താ അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അത് ചെയ്യണോ, അത് ചെയ്യണോ എന്നൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റൊട്ടീൻ, ഇപ്പം ഞാൻ ചെയ്യുന്ന റൊട്ടീൻ വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് അവർക്കൊരു പ്രഷറാണ്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. റെഗുലറായിട്ട് കസ്റ്റമേഴ്സ് എപ്പോഴും ചെയ്യുന്ന കരിഞ്ജീരക ഓയിൽ എപ്പോഴും ഒരു കുപ്പി മേടിച്ച് വെക്കുന്നുണ്ട്. അത് എപ്പോഴും ഒരു 3 മാസം കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. വീക്കിലി വൺസ് മാത്രം ഷാമ്പൂ ചെയ്യുക. പിന്നെ 3 ദിവസമെങ്കിലും എണ്ണ തേക്കുക. അതിൽ ഒരു ദിവസം ഡീപ്പ് ഓയിൽ ചെയ്തിട്ട് ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. പിന്നെ നല്ല സ്വസ്ഥയും സമാധാനത്തോടൊക്കെ കൂടി ഇരിക്കാനുള്ള അന്തരീക്ഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ബോഡി വിയർക്കണം, അതൊരു അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് അസുഖങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇൻഫ്ലമേഷൻസും ശരീരത്തിൽ നീരും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ബ്ലഡ് ഫ്ലോ കുറയും. പിന്നെ വീണ്ടും മറ്റ് അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാവണം. നല്ലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ നമുക്ക് കേട്ടോ. ബോഡിക്ക് മൂവ്മെൻറ്റ് എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോർമോണിനെ എപ്പോഴും നമ്മൾ ഹാപ്പി ആക്കി നിർത്തുക. അതിനെ പടി ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ അത് എടുത്തുകൊണ്ട് പോകും നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ അതിനെപ്പോഴും നന്നായിട്ട് ഗവനിച്ചുകൊണ്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.